ക്രിസ്തുമതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അതിന് വലിയ സംഭാവന നൽകുകയും ക്രിസ്തുമതം വളർത്താൻ ഏറെ സഹായിക്കുകയും ചെയ്ത ഒരു രാജ്യം, ഒരു ക്രിസ്തീയ രാജ്യമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന അർമേനിയ യുദ്ധം കൊണ്ട് പൊറുതിമുട്ടുന്നു. ആ യുദ്ധത്തിൽ സഹായം തേടി ഇന്ത്യയുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു യൂറോപ്യൻ രാജ്യമായ അർമേനിയയിൽ യുദ്ധം നടക്കുകയാണ്. അയൽ രാജ്യമായ അസർബൈജാനുമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അസർബൈജാനെ സഹായിക്കാൻ തുർക്കി ആളില്ലാ വിമാനങ്ങൾ അയക്കുകയും ഒപ്പം തന്നെ പാകിസ്ഥാൻ അവരുടെ പട്ടാളത്തിൻ്റെ ഒരു വിഭാഗത്തെ അയക്കുകയും ചെയ്തതായി വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും തുർക്കി പരസ്യമായി തന്നെയാണ് ആളില്ലാ വിമാനങ്ങൾ ഈ അർമേനിയെ നശിപ്പിക്കുവാനായി അയച്ചത്. വലിയ രീതിയിലുള്ള യുദ്ധം തന്നെയാണ് നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നിന്ന് അവർ റോക്കറ്റുകൾ, ആർട്ടിലറികൾ, ആയുധശേഖരം കണ്ടെത്തുന്ന റഡാറുകൾ എന്നിവ വാങ്ങിയിരുന്നു അർമേനിയ. ഇപ്പോൾ അവർ ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നത് അവർ വാങ്ങിയ റഷ്യൻ നിർമ്മിത Su-30 എന്ന് പറയുന്ന യുദ്ധവിമാനം, അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾക്കും മറ്റും ഇന്ത്യ സഹായിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർമേനിയ ഇപ്പോൾ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. കാരണം റഷ്യ ആയിരുന്നു അർമേനിയയെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം. പക്ഷേ റഷ്യ ഇപ്പോൾ ഉക്രൈനുമായി യുദ്ധത്തിലായതുകൊണ്ട് ഇവരെ സഹായിക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് തുർക്കി അസർബൈജാനെ സഹായിക്കുകയും പാകിസ്ഥാൻ അവരുടെ പട്ടാളത്തിൻ്റെ ഒരു വിഭാഗത്തെ വിട്ടുകൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ ക്രിസ്തീയ രാജ്യത്തെ നശിപ്പിക്കുവാനുള്ള ഒരു വലിയ നീക്കവും യുദ്ധവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ സഹായം തേടുമ്പോൾ അത് ആയുധ വ്യാപാര രംഗത്ത് ഇന്ത്യക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി തരുന്നൊരു വാർത്ത കൂടിയാകുന്നു. ഒപ്പം തന്നെ യൂറോപ്യൻ രാജ്യമായ അർമേനിയ ഒടുവിൽ സഹായം തേടിയെത്തുന്നത് ഇന്ത്യയുടെ അടുത്താണ് എന്നൊരു വാർത്തയും കൂടിയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ അർമേനിയ തകർക്കാൻ വേണ്ടി അസർബൈജാനും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ വളരെ കാലമായി ശ്രമിച്ചു വരികയായിരുന്നു. ഇവരെ രക്ഷിച്ചുകൊണ്ടിരുന്നത് റഷ്യ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ റഷ്യയ്ക്ക് അവരെ രക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അവർ ഇന്ത്യയുടെ സഹായം തേടിയത്. ഏതായാലും ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ ഇന്ത്യ എടുക്കും എന്ന് തന്നെയാണ്, ഈ വിമാനങ്ങൾ നൽകി ആ യുദ്ധത്തിന് ഒരു ഭാഗത്തുനിന്ന് സഹായം നൽകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.